കർത്താവിൽ പ്രിയരെ, ഡോക്ടേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാം മുഖാന്തരമായി നമ്മൾ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ഡോക്ടർമാരുമായി സംസാരിക്കുവാൻ, അവർക്ക് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ, ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസം സംബന്ധിച്ച ചില ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ അറിയുവാൻ ഒക്കെ ശ്രമിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലുള്ള അനന്തപുരി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായ ഡോക്ടർ ബോബി മോസസ് ആണ്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഡോക്ടർ, താങ്കളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ വ്യൂവേഴ്സിന്? എൻ്റെ പേര് ഡോക്ടർ ബോബിയാണ്. ഞാൻ അനന്തപുരി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ദൈവകൃപയാൽ എനിക്ക് കർത്താവിൻ്റെ വേലയിലായിരിക്കാനും, കർത്താവിനെ അടുത്തറിയുവാനും രുചിച്ചറിയുവാനും കർത്താവിൻ്റെ നന്മകളെ അറിയുവാനുമായി കർത്താവ് കൃപ ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്കൾ ഈ ബേസിക് MBBS പുറമെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഞാൻ നാഷണൽ ബോർഡിൻ്റെ MD ജനറൽ മെഡിസിൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡയബറ്റോളജിയുടെ ഒരു ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനും കൺസൾട്ടൻ്റ് ഇൻ ഡയബറ്റീസിൻ്റെ കൺസൾട്ടൻറ്റുമായിട്ട് വർക്ക് ചെയ്യുക ഇപ്പോൾ അനന്തപുരിയിൽ. ദൈവകൃപയിലായിരിക്കുക എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നതാണോ? അത് തന്നെയാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പാപക്ഷമ പ്രാപിക്കുക, യേശുവിനെ സ്വീകരിക്കുക, ഇങ്ങനെയാണ്. അപ്പോൾ താങ്കളുടെ മുൻകാല ജീവിതത്തിൽ ഒരുപാട് അങ്ങനത്തെ പാപപ്രവർത്തികളോ വല്ലതും ഉണ്ടായിരുന്നു? നമ്മുടെ മുൻകാല ജീവിതത്തിൽ ഏതുദിവസവും പഠിപ്പിക്കുവാണല്ലോ, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്. യേശയ്യാവിൽ പറയുന്നു, എല്ലാവരും താൻ ആടുകളെ പോലെ താൻ അവൻ്റെ വഴിക്ക് പോയി എന്ന് എഴുതിയിരിക്കുന്ന കാര്യം ശരി തന്നെയാണ്. കർത്താവ് ദൈവകൃപയാൽ എന്നെ എൻ്റെ MBBS പഠിക്കുവാനായിട്ട് CMC വെല്ലൂരിൽ അയച്ചപ്പോൾ അവിടെ ഞാൻ MBBS പഠിക്കുന്നതിനുപരിയായി ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച ഒരു ദേവദാസനിലൂടെ ഞാൻ ഈ സുവിശേഷം കേൾക്കുകയും, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് ഏറ്റുപറയുകയും രക്ഷിക്കപ്പെടുകയും ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഹൃദയത്തിലൊരു മാറ്റമുണ്ടാകുകയും ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കി. പാപക്ഷമയ്ക്ക് പലരും മോക്ഷം തേടിയൊക്കെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. താങ്കൾ എന്താ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാനിടയായത്? വെൻ ഐ ഹേർഡ് ഗോസ്പൽ സുവിശേഷം കേട്ടപ്പോൾ യേശുവിൻ്റെ ലൈഫിൽ ഒരു ഇറ്റ് ബിക്കേം സോ റിയൽ ഇൻ മൈ ലൈഫ്. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ അത് സംഭവിച്ചു. അപ്പോൾ യേശു എനിക്ക് കാൽവരി ക്രൂശിൽ ചെയ്തത് യാഥാർത്ഥ്യമായി എനിക്ക് മനസ്സിലായി. സോ ആൻഡ് ദറ്റ് ലവ് വിച്ച് വാസ് ഷോഡ് ഓൺ കാൽവരി ക്രൂശിൽ എനിക്കായി കാണിച്ച സ്നേഹം, അതാണ് എന്നെ കൂടുതലുമായി ഇതിലേക്ക് ആകർഷിച്ചത്. കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നതിനുപരിയായി ആ മരണത്തോട് യേശു ഉയർത്തെഴുന്നേറ്റ ആ ഒരു സംഭവം, ദാറ്റ് ഗേവ് മീ ആൻ ആൻസർ ടു ഓൾ മൈ വറീസ്. ബീയിങ് എ ഡോക്ടർ വി ഫേസ് ഡെത്ത് എവറി ഡേ. So what happens after death is a question we all ask. ഡോക്ടർ ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരിക്കുമ്പോൾ സാധാരണഗതിക്ക് നമ്മൾ പഠിക്കുന്ന ശാസ്ത്രം, നമ്മൾ പഠിക്കുന്ന പ്രത്യേകിച്ചും ഈ വൈദ്യശാസ്ത്രം, ഇറ്റ് വിൽ ആക്ച്വലി മേ ബി ടീച്ച് യു ദാറ്റ് ഡെത്ത് ഇസ് എ ഫൈനാലിറ്റി, അല്ലേ? മരണം ഒരു അവസാനമാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ പഠിച്ചത് വെച്ച് ഒന്നും നിരക്കാത്തൊരു കാര്യമല്ലേ ഒരാൾ മരണത്തെ അതിജീവിച്ചു ഉയർത്തെഴുന്നേറ്റ്. അത് താങ്കളെപ്പോലെ വിദ്യാസമ്പന്നനായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയുന്നു? ഞാൻ എൻ്റെ MBBS പഠനകാലത്ത് ആദ്യകാലങ്ങളിൽ അത് പഠിച്ചപ്പോഴും എനിക്കൊന്നും അതിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല. പക്ഷേ ഞാൻ എൻ്റെ MBBS കഴിഞ്ഞ് ഞാൻ ഒരു 6 മാസം ഞാൻ അനാറ്റമി ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ബൈ ദാറ്റ് ടൈം ഞാൻ രക്ഷിക്കപ്പെട്ട് 92 അല്ല ഞാൻ വെല്ലൂരിൽ തന്നെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ I was so fearfully and so wonderfully made എന്നുള്ള കാര്യം ഒരു മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആശ്ചര്യപ്പെടുത്തി. പക്ഷേ അത് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ഞാൻ അനാറ്റമി ട്യൂട്ടറായിട്ട് പോയപ്പോൾ അതിൻ്റെ ഒരു മിറാക്കിൾ ഓഫ് ദ ക്രിയേഷൻ ഓഫ് മാൻ, അതിൻ്റെ അതിനകത്ത് ഓരോ നെർവും ഓരോ സാധനങ്ങളും അത് പോകുന്നത് എന്തിനാ എവിടെയാ എന്നുള്ളതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, ഇറ്റ്സ് മാർവലസ്. അതാണോ താങ്കളെ ഈ മരണത്തിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റു? അല്ലല്ല, നോ, ദാറ്റ് വാസ് റിയലി ദ ഗോസ്പൽ ആൻഡ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ജീസസ്. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും സ്വപ്നമോ എന്തെങ്കിലും കണ്ടതോ? I had when I was younger,
പ്രോബ്ലി എനിക്ക് ശരിയായ എൻ്റെ വയസ്സ് ഓർമ്മയില്ല, ബട്ട് ദിസ് ഇസ് വൺ ഡ്രീം വിച്ച് ഐ റിമെമ്പർ വെരി ക്ലിയർലി. ഒരു ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് ആ ഉറക്കത്തിൽ ഐ ഹാഡ് എ ഡ്രീം ജീസസ് അപ്പിയർഡ് ആൻഡ് സെഡ് ദാറ്റ് ഐ വിൽ ബി ഹിസ് ഡിസൈപ്പിൾ. യേശു നേരിൽ വന്നു. ബട്ട് ഇഫ് യു ആസ്ക് മീ ഹൗ ഹി ലുക്ക്ഡ് ഐ കാൻറ്റ് സേ, ബട്ട് ഐ നോ ദാറ്റ് ഹി കെയിം. ആൻഡ് ഹി സ്പോക്ക് ടു യു, താങ്കളോട് സംസാരിക്കുവാൻ എന്തൊക്കെ ഇടയായി? അത് ഇപ്പോഴും താങ്കൾക്ക് മറക്കാൻ പറ്റും? ഐ ക്യാൻ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. അന്ന് മുതൽ ഇങ്ങോട്ട് കൂടുതലായി ഇത് അറിയണമെന്ന ആഗ്രഹമോ എന്തെങ്കിലും? ഫ്രം അതുമുതൽ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ദൈവവചനം വായിക്കുവാനും ദൈവവചനം ലവ് ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്കിത് ഒത്തിരി മനസ്സിലായില്ലെങ്കിലും ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് ഇറ്റ് വാസ് ഗോഡ്സ് പ്ലാൻ, ദൈവത്തിൻ്റെ കൃപയായിരുന്നു, ഗോഡ്സ് പ്രീഡിസ്റ്റൈൻഡ് പർപ്പസ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഈ ക്രൈസ്തവ വിശ്വാസത്തിനകത്ത് വരുമ്പോഴും പല തരത്തിലുള്ള ക്രൈസ്തവ വിശ്വാസങ്ങളുള്ളതായി തോന്നുന്നുണ്ട്. അപ്പോൾ ചിലർ വലിയ പള്ളികളിൽ ആരാധിക്കുന്നവരുണ്ട്, ചിലർ ചെറിയ ഷെഡുകളിൽ ആരാധിക്കുന്നവരുണ്ട്, ചിലർ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നൊരു കാര്യത്തോടു കൂടി അന്യഭാഷ സംസാരിക്കുന്നവരുണ്ട്, ചിലരത് ചെയ്യുന്നില്ല, അതിനോട് എതിർക്കുന്നവരുണ്ട്. ഏതു തരത്തിലുള്ള വിശ്വാസിയാണ് ഡോക്ടർ? കർത്താവ് പറഞ്ഞത് നമ്മളെല്ലാവരും ശിഷ്യന്മാരാകണമെന്നാണ്. വിശ്വാസികളല്ല, വിശ്വാസികളാണ്, ബട്ട് എബോവ് ഓൾ ഈ സെഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ്. അപ്പോൾ നമ്മൾ ഒരു കർത്താവിൻ്റെ ഒരു ഡിസൈപ്പിളായി ഒരു വിശ്വാസിയായിരിക്കണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, ഉദരസ്ഥര് വിടുവിക്കും, അന്യഭാഷകളിൽ സംസാരിക്കും. അപ്പോൾ ഇതെല്ലാം വേദപുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപോലെ വിശ്വസിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം, അല്ലെങ്കിൽ ഒരു ശിഷ്യൻ്റെ ജീവിതം. യേശു നമ്മളോട് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അതുപോലെ വിശ്വസിക്കുക. ദാറ്റ് ഈസ് എ ഡിസൈപ്പിൾ. ഓക്കെ. അപ്പോൾ ഡോക്ടർ ഈ പരിശുദ്ധ ആത്മാഭിഷേകം പ്രാപിച്ച ആളാണ്. ആത്മാവിൻ്റെ ആ ഒരു അനുഭവം എങ്ങനെയാണ് അനുഭവം എന്ന് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അത് വാക്കുകളിൽ പറയാൻ ഒത്തിരി പാടാണ്, ബട്ട് ഇറ്റ് ബ്രിങ്സ് സോ മച്ച് ജോയ് ടു ഹാവ് ദ ഹോളി സ്പിരിറ്റ് വിത്ത് അസ്. ഞാൻ ഒത്തിരി എൻ്റെ ഹൃദയം ഒത്തിരി വേദനയോടെയൊക്കെ ഇരുന്നൊരു സമയം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പോളിയോ ഹോമിലെ ഹോപ്പ് ഇൻ ജീസസിൻ്റെ ഒരു പ്രയർ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ച് വീണ്ടും കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പവർ ഇവാഞ്ചലിസം എന്ന് പറയുന്ന കോഴ്സിൽ അത്ഭുതകരമായി ലീവില്ലാത്ത സാഹചര്യത്തിൽ കർത്താവ് ലീവൊക്കെ ഒരുക്കി തന്ന് ഞാൻ മനസ്സിലാക്കുന്നതിനുപരിയെ കർത്താവിൻ്റെ ഒരു പദ്ധതി അതിലുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. അങ്ങനെ അതിനായിട്ട് കടന്നു പോയപ്പോഴാണ്. ബട്ട് ബിഫോർ ദാറ്റ് വെൻ ഐ വാസ് ബോൺ അഗെയിൻ ദ ഹോളി സ്പിരിറ്റ് ഇസ് ഇൻസൈഡ് ഓഫ് മീ. സോ അപ്പോഴും മുതലേ എനിക്ക് ദ ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എൻ്റെ ലൈഫിലുണ്ട്. ബട്ട് വെൻ ഐ വെൻറ്റ് ഫോർ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ഗോട്ട് ദ അനോയിൻറ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഐ വാസ് ബാപ്റ്റൈസ്ഡ്. അഭിഷേകത്തിലേക്ക് വരികയും ആൻഡ് ഐ സ്പോക്ക് ഇൻ ടങ്സ് ആൻഡ് that was a very, very, very personal and very, very marvelous experience which unless we experience we cannot tell. ഒരുപാട് ആളുകൾ ഈ അന്യഭാഷയിൽ ആരാധിക്കുക എന്ന് പറഞ്ഞ് കൈയടിക്കുകയും പാട്ട് പാടുകയും ചാടി ഡാൻസ് ചെയ്ത് ബഹളം വെക്കുന്ന പോലെയൊക്കെ കാണിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഇതൊരു വിവരക്കേടാണ്, വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഡോക്ടറിനെ പോലെ വിദ്യാസമ്പന്നനായിരിക്കുന്ന ഒരാൾ ഈ അനുഭവത്തിന് ആയിരിക്കുമ്പോൾ അതിന് കാരണം എന്താണ്? നമ്മളൊരു കാര്യം അനുഭവിക്കാതെ അത് തെറ്റാണെന്ന് പറയുന്നത് മണ്ടത്തരമാണെന്ന് ബൈബിളും പറയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അൺലെസ് വി എക്സ്പീരിയൻസ് ദാറ്റ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഫോർ us to comment on some things. ശരിയല്ലേ? സോ ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. സപ്പോസ് ഐ കെപ്റ്റ് സം മാംഗോസ് ഓൺ ദ ടേബിൾ. ഞാനത് കഴിച്ചിട്ട് ദേ ആർ വെരി ടേസ്റ്റി എന്ന് പറഞ്ഞാൽ പാസ്റ്റർക്ക് അത് ടേസ്റ്റ് അറിയണമെന്നില്ല. സോ ഇൻ ദ സെയിം വേ വെൻ യു ഓൾസോ ടേസ്റ്റ് ഇറ്റ് ദെൻ വി നോ യെസ് ദിസ് ഇസ് വെരി ടേസ്റ്റി. അതുപോലെയാണ് കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ വി നോ ഇറ്റ് ഈസ് വണ്ടർഫുൾ. ഈ പരിശുദ്ധാത്മാവ് ഡോക്ടറുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു, താങ്കൾ ഇങ്ങനെ അന്യഭാഷ പറയാൻ ചലിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതല്ലാതെ പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? യെസ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിൻ്റെ number one thing is it is a promise of God that Jesus said, when I go I will ask the Father to send the Holy Spirit. He will be with you and be inside of you. അപ്പം കർത്താവ് നമ്മളുടെ കൂടെ ഇരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കുക.
പരിശുദ്ധാത്മാവ് ദിവസം പഠിപ്പിക്കും, ഹീൽ ബി അവർ അഡ്വക്കേറ്റ്, അവർ ഗൈഡ്, അവർ കൗൺസിലർ, അവർ കംഫർട്ടർ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ നടക്കും. അപ്പോൾ നമ്മളുടെ അഡ്വൈസ് തരും, കംഫർട്ട് ചെയ്യും, നമ്മൾ പ്രയാസമായ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കംഫർട്ട് ചെയ്യും. നമ്മൾ ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് കൈവച്ചാൽ രോഗി സൗഖ്യമാകും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ കമ്മീഷൻ ചെയ്ത് തൻ്റെ ദൗത്യം ഏൽപ്പിച്ച് അയക്കുന്ന സമയത്ത് നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുകയും എന്ന് പറഞ്ഞ് പോകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം അത് വിശ്വാസത്താൽ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കണം എന്നുള്ള ഒരു കൽപ്പനയാണെങ്കിൽ താങ്കൾ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആകുന്നത് തെറ്റായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇല്ല, വേദപുസ്തകത്തിലുണ്ട് രോഗിക വൈദ്യൻ്റെ ആവശ്യം. യെസ്, സോ ഐ ഡോണ്ട് ബിലീവ് ദറ്റ് മെഡിക്കൽ സയൻസ് ഇസ് റോങ് ഓർ അതിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫെയ്ത്ത് ഓഫ് എവറി പേഴ്സൺ. ഇപ്പോൾ ഒരു പേഴ്സണിന് ഫെയ്ത്ത് ഇനഫ് ടു ബി ഹീൽഡ് വിത്തൗട്ട് മെഡിസിൻ, ഫൈൻ, ഓക്കെ. ബട്ട് ദർ ആർ പീപ്പിൾ ഹു സി, ഇപ്പോൾ ഒരു രോഗമുണ്ട്, അതിനൊരു സർജറി വേണം. They can believe that after the surgery they will recover fast. അപ്പം അങ്ങനെ ഒരു രോഗിക്ക് നമ്മൾ വിശ്വാസത്തിൽ നീ എല്ലാം സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാകണമെന്നില്ല. അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. സോ ഹിസ് ഫെയ്ത്ത് ഇസ് ടു ദ ലെവൽ ദാറ്റ് ഞാൻ ഇഫ് ഐ ഗോ ത്രൂ ദിസ് പ്രൊസീജിയർ, ബാക്കി കാര്യങ്ങൾ കർത്താവ് ഈ പ്രൊസീജിയറിൽ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ ഐ വിൽ കം ഔട്ട് വിത്തൗട്ട് എനി പ്രോബ്ലം ആൻഡ് ഐ വിൽ റിക്കവർ വെരി ഫാസ്റ്റ് എന്ന് വിശ്വസിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ ഓരോരുത്തരുടെ വിശ്വാസം എന്താണ്, ഏത് ലെവലിൽ വരെ അവർക്ക് നമ്മളോട് ഒത്ത വിശ്വാസത്തിൽ എന്ന് പറയുക ടു ബി ഓഫ് വൺ മൈൻഡ് ആകാൻ കഴിയുമോ അത് ആ ലെവലിൽ നമുക്ക് അവരെ ഡീൽ ചെയ്യാൻ പറ്റും. ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ ഡോക്ടറിൻ്റെ മെഡിക്കൽ ഡയഗ്നോസിസ് അനുസരിച്ച് സഹായിക്കാൻ ഒക്കാത്ത ഒരാളെ കണ്ടാൽ ഡോക്ടർ എന്ത് ചെയ്യും? അയാൾക്ക് വിശ്വാസം പകരാൻ ശ്രമിക്കുമോ? അവർ അതിന് വില്ലിങ് ആണ് എന്ന് തോന്നിയാൽ ഞാൻ ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ ദം അബൌട്ട് ജീസസ്. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ സൗഖ്യം വരുമെന്നാണോ? യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ഒന്നേലും അവർ സൗഖ്യമാകും, അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടും. രണ്ടിലെന്തെങ്കിലും സംതിങ് വിൽ ഹാപ്പൻ. വെൻ വി ടോക്ക് അബൌട്ട് ജീസസ്, സംതിങ് വിൽ ഹാപ്പൻ ഇൻ ദർ ലൈഫ്. ചില ബൈബിൾ വേഴ്സസ് ഒക്കെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ അടിപ്പിണർ നമുക്കൊരു മെഡിസിൻ പോലെയാണോ? യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് വെച്ചാൽ ജീസസ് ഈസ് ഓൾറെഡി പർച്ചേസ്ഡ് ദാറ്റ് ഹീലിംഗ് ഫോർ us ഓൺ ദ ക്രോസ് ഓൾറെഡി 2016 years ബാക്ക്. അപ്പം ഹീലിംഗ് ഈസ് ആക്ച്വലി ഗോഡ്സ് ഗിഫ്റ്റ്. ഈ ലോകത്ത് ദുഷ്ടൻ്റെ അധീനതയിലായതുകൊണ്ട് എല്ലാവരുടെ ലൈഫിലും രോഗവും ഇതുമൊക്കെ വരും. ബട്ട് വി ക്യാൻ ഓൾവേസ് അപ്രോപ്രിയേറ്റ് ദ ഹീലിംഗ്. കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തന്ന സൗഖ്യത്തെ നമുക്ക് എപ്പോഴും അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് ഇൻ ഇഫക്റ്റ് ലൈക്ക് എ മെഡിസിൻ ഫോർ us. ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ എന്ന് പറയുന്ന ഡോക്ടർ പോൾ യോങ്കിച്ചോ, അദ്ദേഹം ചിലരൊക്കെ ഇങ്ങനെ 10,000 പ്രാവശ്യം എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് എഴുതി സൗഖ്യം പ്രാപിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു വിഡ്ഢിത്തരമാണോ? This is called proclamation. If you keep, when you declare the word of God in faith, ദിവസം പഠിപ്പിക്കുക, അവൻ തൻ്റെ വചനത്തെ നിവർത്തിപ്പാനായിട്ട് അവൻ ജാഗരിക്കുന്നു. He's watching over his word to perform it. So when we proclaim his word in faith, വിശ്വാസത്തിൽ അവൻ്റെ വചനത്തെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. You should have faith and you should be able to proclaim it. നമ്മുടെ വാഗൊണ്ട് ഏറ്റുപറയുക. അതാ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന ഒരുവൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും. സോ രക്ഷ മീൻസ് ഇറ്റ് ഇസ് നോട്ട് ഓൺലി യുവർ സാൽവേഷൻ, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് യുവർ ഹീലിംഗ് ഫ്രം സിക്നസ്, ഡെലിവറൻസ് ഫ്രം ബോണ്ടേജ്. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അത് സംഭവിക്കും. ശരിക്കും നമ്മുടെ മനസ്സിനകത്തു നിന്ന് ആ പ്രത്യാശ അല്ലെ ഹോപ്പ് പോയാൽ രോഗിക്ക് സൗഖ്യമാകാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് സത്യമാണോ? ശരിയാണ്. അത് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു രോഗി വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സർക്കംസ്റ്റാൻസിൽ വന്നു കഴിയുമ്പോൾ അവർ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും തിരികെ കിട്ടത്തില്ല. അപ്പോൾ യേശുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം ആ പ്രത്യാശയായിരിക്കും. പ്രത്യാശ, യേശു കൂടെ ഉണ്ട് എന്നുള്ളൊരു പ്രത്യാശ. അത് പറയുന്ന ഡോക്ടർക്കും യേശുവിനെ സ്വീകരിക്കുന്ന രോഗിക്കും ഒരുപോലെ പ്രത്യാശയ്ക്കാണ്. അങ്ങനെയുള്ള പ്രത്യാശ നിമിത്തം
ഒരു കഴിഞ്ഞു എന്ന് പറയുന്ന കഥകൾ വല്ലതും തിരിച്ച് പുനഃസ്ഥാപിക്കപ്പെട്ട കാര്യങ്ങൾ അനുഭവത്തിലുണ്ടോ? നിശ്ചയമുണ്ട്. ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിച്ച എന്നൊരു പേഷ്യൻ്റെ റിലേറ്റീവ്സ് എന്നോട് വന്ന് പറഞ്ഞു, സാറ് പ്രാർത്ഥിക്കുന്ന ഡോക്ടറാണെന്നറിയാം, പ്രാർത്ഥിച്ചെങ്കിൽ ശരിയാകും എന്ന് പറഞ്ഞ് രോഗിക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ രോഗി അങ്ങനത്തെ അവസ്ഥയില്ലല്ലോ, വെന്റിലേറ്ററില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് ഒരു പർട്ടിക്കുലർ ഒരു രോഗത്തെക്കുറിച്ച് എനിക്കൊരു ഇത് തന്നു. അപ്പം ഞാൻ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ ഡോക്ടറിന് ഈ പരിശുദ്ധാത്മാവ് സംസാരിച്ചതാണ്. അതെ. സോ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ അതൊരു കുറച്ച് റെയറായിട്ടുള്ളൊരു അങ്ങനെ രോഗത്തിൻ്റെ പേരൊക്കെ ഡോക്ടർ പറഞ്ഞു. ഇങ്ങനെ അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്ത് പുള്ളി വെന്റിലേറ്ററിലായിരുന്ന പേഷ്യൻ്റ് പുള്ളി സൗഖ്യമായി വീട്ടിൽ പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അതൊന്നും നമ്മളുടെ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കും. ഇറ്റ് ഇസ് നോട്ട് ബൈ. എൻ്റെ ലൈഫിൽ ഞാൻ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ ഐ പുട്ട് മൈ ട്രസ്റ്റ്, ഐ പുട്ട് മൈ ഫെയ്ത്ത് ഓൺ ജീസസ് വെൻ ഐ ട്രീറ്റ്. ഡോക്ടറിന് മരുന്നിലല്ല വിശ്വാസം അല്ല, ഡോക്ടർ രോഗിയെ നമ്മൾ മരുന്നിൽ വിശ്വസിച്ചാൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കർത്താവിലെ വിശ്വസിക്കുന്നുവെങ്കിൽ ഇറ്റ് ഈസ് ബിയോണ്ട് ലിമിറ്റ്സ്. മെഡിക്കൽ സയൻസിന് എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ കർത്താവിന് ലിമിറ്റേഷൻസ് ഇല്ല. പക്ഷേ അത് സ്വീകരിക്കുന്നവരുടെ വിശ്വാസം പോലെയും അതവർക്ക് പിന്നെ മുന്നോട്ട് പോകാനുള്ള അവരുടെ വിശ്വാസം പോലെയും ഇരിക്കും കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നതും ഒക്കെ. ഒരുപാടിടങ്ങളിൽ മീറ്റിങ്സ് ഒക്കെ നടക്കുമ്പോൾ ഇന്ന് സൗഖ്യമാകുന്ന ആൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും രോഗിയാകുന്നു എന്നൊക്കെ ഒരു അപവാദം പറയുന്നത് ഉണ്ട്. അത് സംഭവിക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവർ സൗഖ്യമായില്ല എന്നും പറയുന്നില്ല. സി ഇറ്റ് ഈസ് 2 things ദാറ്റ് ബ്രിങ്സ് ഹീലിംഗ്. ഒന്ന്, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ വിശ്വാസത്താൽ ആ വ്യക്തി സൗഖ്യമാകുക. പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ പിടിച്ചു നിൽക്കാനുള്ള ദൈവവചനവും വിശ്വാസവും ഇല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ സിംറ്റം വരുമ്പോൾ പുള്ളി വീണ്ടും അതിനെക്കുറിച്ച് ഭയപ്പെടുക. സോ വെൻ ഹി സ്റ്റാർട്ട്സ് തിങ്കിങ്, ഓ എൻ്റെ രോഗം വീണ്ടും വന്നു എന്ന് ചിന്തിക്കുക, ഇൻസ്റ്റെഡ് ഓഫ് പ്രൊക്ലെയിമിങ് ദാറ്റ് യേശുവിൻ്റെ അടിപ്പിണ സൗഖ്യം വന്നു എന്ന് പറഞ്ഞ് പ്രൊക്ലെയിം ചെയ്യുന്നതിന് പകരം ദേ സ്റ്റാർട്ട് ടോക്കിംഗ് ദ അതർ വേ. അപ്പോൾ വിശ്വസിച്ച് രോഗസൗഖ്യം പ്രാപിക്കുന്നത് പോലെ തന്നെ സൗഖ്യത്തിൽ നിൽക്കാൻ പറ്റണം. ഇറ്റ്സ് നോട്ട്, സി ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് സാൽവേഷൻ. യു സേ ഡസൻറ്റ് മീൻ യു ഗോ ആൻഡ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കാന്നുള്ളതല്ല. യു നീഡ് ടു, അതാ ദിവസം പറയുന്നത്, കണ്ടിന്യൂ ഇൻ ദ ഗ്രേസ്. അതിനൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും രക്ഷിക്കപ്പെട്ടയാൾ ഏതെങ്കിലും സഭയിൽ പോകണം. ഡെഫിനറ്റ്ലി, അതിന് ഒരു സംശയവുമില്ല. കൂടിവരവുകൾ, സഭായോഗങ്ങൾ, ഇതില്ലാതെ ഒരു വ്യക്തിക്ക് കർത്താവ് നമ്മളെ അങ്ങനെ ഒറ്റ ഇൻഡിവിജ്വലായിട്ട് നിൽക്കാനല്ല വിളിച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ടു ബി ദെയർ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഡോക്ടറാണ് എന്ന് താങ്കൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ പരക്കെ അറിയാമോ? ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതറിയുമല്ലോ. അപ്പോൾ മറ്റ് ഡോക്ടർമാരുടെ പ്രതികരണമൊക്കെ? അവർക്കൊന്നും എന്നോട് അങ്ങനെ പ്രത്യേകിച്ചൊരു, ചിലർ അതിന് പ്രോത്സാഹിപ്പിക്കുന്നവരുമുണ്ട്. ആരും എന്നെ അതൊരു കുറവായിട്ടോ അല്ലെങ്കിൽ അതിനൊരു താഴ്ന്ന് കാണുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ താങ്കൾ വളരെ തിരക്കുള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒക്കെ ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതും ദൈവത്തിൻ്റെ കൃപയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഐ ആം ഏബിൾ ടു ഡു ദാറ്റ്. അതിനേക്കാളും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. ബട്ട് ഗോഡ് ഹസ് ഗിവൻ മീ ദ ഗ്രേസ് ടു ഡു ഇറ്റ്. സോ ഐ ബിലീവ് ഗോഡ്സ് ഗ്രേസ്. പൗലോസിനോട് പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ബലഹീനത എൻ്റെ ബലം തികഞ്ഞു വരും എന്ന് പറഞ്ഞതുപോലെ ഹിസ് ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ടു ടേക്ക് us ത്രൂ. തീത്തോസിൽ പറയുന്ന കാര്യം ഇതാണ്, the grace of God for the salvation of all mankind has come, which teaches us to deny ungodliness and worldly lusts and to live sensibly, righteously and godly in this present world. അപ്പോൾ ഈ ലോകത്തിൽ ജ്ഞാനത്തോടും സെൻസിബിളായിട്ടും നീതിയോടും റൈച്ചസായിട്ടും ദൈവഭയത്തോടും കൂടി ജീവിക്കാൻ. അപ്പോൾ ദൈവഭയത്തോട് ജീവിക്കുമ്പോൾ നമ്മൾ യേശു പറഞ്ഞതുപോലെ ആദ്യം ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായിരിക്കണം. അതിൻ്റെ കൂടെ നമ്മളുടെ ദൈവരാജ്യത്തിൻ്റെ നീതിയും അന്വേഷിക്കാനായിട്ട് പോകുമ്പോൾ അതിനോടുകൂടെ മറ്റെല്ലാം കർത്താവ് തരുമെന്ന് പറഞ്ഞതും വളരെ വാസ്തവം. ദാറ്റ് മീൻസ് നമ്മളുടെ ജോലിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും നമ്മളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുമെല്ലാം കർത്താവ് അതിനായിട്ടുള്ള കൃപയും
കർത്താവ് അതൊക്കെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഡോക്ടറിന് മക്കൾ 2 പേരുണ്ട്. 2 ഗേൾസാണ്. ഇപ്പം 11-12 വയസ്സാകും അവർക്ക്. ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽ പേരൻസൊക്കെ ഇന്നത്തെ കാലത്ത് മക്കളെ എവിടെയെങ്കിലും കൊണ്ട് ട്യൂഷൻ ആകുകയോ കളിക്കാനാക്കുകയോ ഒക്കെ ചെയ്യാറാണ്. ഡോക്ടർ ഇങ്ങനെ ഒരു ഫെയ്ത്ത് ലൈഫ് ലിവ് ചെയ്യുന്നതുകൊണ്ട് അവരെ ഇങ്ങനെ ഈ ഒരു ലൈനിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും ബന്ധപ്പെടാറുണ്ടോ? ഞാൻ അവരുടെ അടുത്ത് അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും ഇതൊക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും I find that more than me taking care of these things, I find that Jesus is doing it. ഞാൻ ഇമ്പാർട്ട് ചെയ്യുന്നേക്കാളും I believe that when we love Jesus and we remain faithful to him, കർത്താവ് നമ്മളുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ അത് അവരുടെ ലൈഫിലേക്ക് ഇമ്പാർട്ട് ചെയ്ത് കർത്താവ് നമ്മൾ ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ആസ് എ ഫാദർ, the father's responsibility to bring Jesus into the life of his children. അപ്പം ഒരു അപ്പനാണ് അത് ചെയ്യേണ്ടത്, ഒരു അമ്മയല്ല ശരിക്കും ചെയ്യേണ്ടത്, ഒരു അപ്പനാണ് ചെയ്യേണ്ടത്. അമ്മയാണ് കൂടുതൽ ഇരിക്കുന്നത്. ബട്ട് ദ ഫാദേഴ്സ് റോൾ ഇസ് ടു ബി ദ ലീഡർ, ടു ഷോ പിതാവായ ദൈവത്തിൻ്റെ അതേ പ്രതിഷ്ഠയായി നമ്മൾ നിന്ന് ചുവിലൂടെ പിതാവിനെ കാണിച്ചു കൊടുക്കാനുള്ള ചുമതല നമുക്കുണ്ട്. താങ്കൾ വിദ്യാസമ്പന്നനായ ഒരു ഡോക്ടറാണ്. താങ്കളുടെ പ്രൊഫഷണലിൽ ഒരുപാട് പേർക്ക് സൗഖ്യം പകർന്നു കൊടുക്കാൻ താങ്കളെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. തീരെ വിദ്യാഭ്യാസമേ ഇല്ലാത്ത ഒരുപാട് പേര് പ്രാർത്ഥിച്ച് പലർക്ക് സൗഖ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളൊരു ഐഡിയ ഇടുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരികയാണെങ്കിൽ പഠിച്ച് ഡോക്ടറായി ദൈവകരങ്ങൾ പ്രയോജനപ്പെടണോ അതോ ദൈവ വിളി കേട്ടു എന്നുവല്ലോ താങ്കൾ പറഞ്ഞതുപോലെ ഒരു എക്സ്പീരിയൻസിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് മക്കളിൽ ഒരാൾ പറഞ്ഞ് അങ്ങനെ ഒരു വേലയിലേക്ക് ഇറങ്ങിയാൽ വാട്ട് വുഡ് യു പ്രിഫർ? എന്തായിരിക്കും? I'll prefer the second one. I'll prefer if they really have the call of God in their life. അത് തന്നെയായിരിക്കും ഞാൻ അവരുടെ ലൈഫിൽ പ്രിഫർ ചെയ്യുന്നത്. അല്ല, ഈ ദൈവത്തെ പിന്തുടർന്നു അവർ എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അവരുടെ ജീവിതം വഴിമുട്ടി പോകുമെന്നൊന്നും ആസ് എ പേരൻറ്റ് ഡോക്ടർക്ക് പേടിയില്ലേ? Even as being a doctor, there are many areas in my life where I have experienced this care in my life. പെട്ടെന്ന് ഞാൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ അവസാന ദിവസം ഒത്തിരി പൈസ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ ഞാൻ അതിൻ്റെ ആ ഫിനാൻസസ് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തായിരുന്നു. അത് കൊടുത്തതിന് ശേഷം അടുത്ത ദിവസം ആയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി പുള്ളിയുടെ ഫീസ് അടയ്ക്കണം. അപ്പോൾ ഐ വാസ് വറീഡ്. ഐ തോട്ട് കർത്താവ് ഞാൻ ഇത് ഓർത്തുമില്ല, ഞാൻ എൻ്റെ പൈസയൊക്കെ കൊടുക്കുകയും ചെയ്തു. ഹൗ വിൽ ഐ പേ എന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ് അവരുടെ എക്സാമാണ്. അപ്പോൾ ഞാൻ ഈ ഫീസ് അടയ്ക്കുന്ന കാര്യം രാവിലെ പിള്ളേരെ കൊണ്ടുവിടാൻ പോയപ്പോൾ വൈഫ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. സോ ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. സോ ഐ ആസ്ക്ഡ് ദി ലോർഡ്, വാട്ട് ഷുഡ് ഐ ഡു? ഹി സെഡ് ഗോ ടു യുവർ ബാങ്ക്, വാട്ട് എവർ മണി ഈസ് ദെയർ യു ടേക്ക് ഇറ്റ്. ഞാനത് പോയി എടുത്ത് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇൻ യുവർ പേഴ്സ് ദെർ ഇസ് സം മോർ മണി വിച്ച് ഇസ് ദെയർ, യു ടേക്ക് ഇറ്റ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ എടുത്തിപ്പോൾ നെവർ ഡിഡ് ഐ തിങ്ക് ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു പേ ദ ഫീസ് ഫോർ ബോത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരാളുടെയെങ്കിലും അടയ്ക്കാം, മറ്റേത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോഴും എനിക്ക് ആ ഫുൾ ഇത് വരുന്നില്ല. Then I went to pay the fees. I took out all the money. I counted exactly what I needed for both of them. Not even 10 paisa more, 10 paisa less. Exact. Then I said, Lord, now this is over. So what will I do tomorrow? As I took my car and was driving, I get a SMS in my phone saying some check which I had put some few months back. It has suddenly encashed and come into my account. അതുകൊണ്ടാണ് പറയുന്നത് യു ഷുഡ് ടേസ്റ്റ് ആൻഡ് സീ. അപ്പോൾ കർത്താവ് നമ്മൾ രുചിച്ചറിയുമ്പോഴേ ഇതിൽ മാത്രമല്ല, സീ എവറി വീക്ക് ഐ ട്രാവൽ, ഈ ദൈവവേല ചെയ്യാനായിട്ട് പോവുക. അപ്പം എവറി വീക്ക് ഇസ് ഗൈഡൻസ്, ഇസ് കരുതൽ ഞങ്ങളുടെ ട്രാവലിലും എല്ലാം ആപത്തുകളിൽ നിന്ന്. യെസ് യെസ്. ഇപ്പോൾ ഈ ദൈവവേല സംബന്ധിച്ച് താങ്കൾ ഓടുന്നു, എന്തെങ്കിലും ഈ ഡോക്ടർ പ്രൊഫഷൻ വിടാൻ ചാൻസ് ഉണ്ടോ? വിടാൻ ചാൻസ് ഉണ്ട്, അറിയത്തില്ല. അത് ഡിപ്പെൻസ് ഓൺ വാട്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അതിനനുസരിച്ച് ഐ എം പ്രേയിങ് വാട്ട് ദ ലോർഡ് വാണ്ട്സ് ടു ഡു ഇൻ മൈ ലൈഫ്. ഒരു ഡോക്ടറായിട്ടിരിക്കുമ്പോൾ അതിൻ്റെതായ ശമ്പളമോ വരുമാനമോ ഒക്കെ കാണും. അത് നഷ്ടപ്പെടുത്തിയാലും ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണില്ല. അതിനേക്കാളും കർത്താവിന് കരുതാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതനുഭവമാണ്. കർത്താവിൽ പ്രിയരെ, വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഇന്ന് ഒരു കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായി ജോലി ചെയ്തു വരുന്ന
പ്രിയ ഡോക്ടർ ബോബി മോസസ് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടി സമൂഹത്തിൽ ഉന്നത തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. തിരക്കേറിയ തൻ്റെ ജീവിതത്തിനകത്ത് പലവിധമായ ക്ലേശങ്ങളും കഷ്ടങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ ധൈര്യത്തോടെ സാക്ഷിക്കുകയാണ്, തൻ്റെ നന്മയുടെ ഉറവിടം തൻ്റെ ജോലിയല്ല, താൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ആ ക്രിസ്തു യേശുവാണെന്ന്. ഇന്ന് ഈ സാക്ഷ്യങ്ങളൊക്കെയും കേൾക്കുവാൻ തക്കൊണ്ടും ഇടയാകുമ്പോൾ താങ്കളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഒരിക്കലും പ്രത്യാശ കൈവിടേണ്ടുന്ന ആവശ്യകതയില്ല. എത്ര വലിയ പ്രശ്നമാണെങ്കിലും, പഠന സംബന്ധമായ കാര്യങ്ങളിലാകാം, സാമ്പത്തിക തുറയിലാകാം, രോഗം വന്നിട്ട് ഡോക്ടർമാർ കൈവിടുന്ന ഒരു അനുഭവത്തിലാകാം. പക്ഷേ അദ്ദേഹം തൻ്റെ ജീവിതാനുഭവത്തിലൂടെ പറഞ്ഞത് ഇതാണ്: യേശുവിനെ പരിചയപ്പെട്ടാൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്, അത്ഭുതം ചെയ്യുവാൻ ഏതു നേരത്തും യേശു ശക്തൻ തന്നെയാണ്. ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഡോക്ടറോട് ഒരിക്കൽ കൂടി ചോദിച്ചു കൊള്ളട്ടെ, ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസ് ലോകവ്യാപകമായി പല രാജ്യങ്ങളിലിരുന്ന് ഈ പ്രോഗ്രാം വ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രോഗകിടക്കയിലുള്ളവർ ആശുപത്രിയിലിരുന്ന് ചിലപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാകാം. ഒരുപാട് കുടുംബങ്ങൾ മക്കളെ ചൊല്ലി ആകുലപ്പെടുന്നവർ ഒക്കെ ഇത് കാണുന്നുണ്ടാകാം. ഇവരോടൊക്കെയുമായി താങ്കൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം പറയുവാനുണ്ടോ? യേശു നമ്മളോട് പറഞ്ഞതാണ്, ഐ വിൽ നെവർ ലീവ് യു നോ ഫോർസേക്ക്. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. എല്ലാ നാഴികയിലും ലോകത്തിൻ്റെ അവസാനത്തോടെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് വാഗ്ദത്തം ചെയ്തവൻ അവൻ വിശ്വസ്തനാണ്. അപ്പോൾ നമ്മൾ അവനിൽ വിശ്വാസം വെച്ചാൽ കർത്താവ് പറഞ്ഞ വാക്കിന് ഒരിക്കലും മാറ്റമില്ല. എൻ്റെ കൈ കുറുകിയിട്ടില്ല, എൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെ എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് വി ഹു ഗോ അവേ ഫ്രം ഹിം. കർത്താവിൻ്റെ വാക്കിനോ കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്കോ ഒരു മാറ്റവുമില്ല. അതെന്നേക്കും നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. സോ വി ക്യാൻ ഫേംലി ആൻഡ് ഫോർ എവർ ട്രസ്റ്റ് ദാറ്റ് ജീസസ് വിൽ ബി വിത്ത് അസ്. ഡോക്ടറിൻ്റെ പ്രൊഫഷണലിൽ താങ്കളെ കർത്താവ് കൈകളിലെടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് പേർ സൗഖ്യം പ്രാപിക്കുന്നു. താങ്കളൊരു ദൈവവേലക്കാരനായി പ്രാർത്ഥിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ പലർ സൗഖ്യം പ്രാപിക്കുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു. ഞങ്ങൾ ചോദിച്ചുകൊള്ളട്ടെ, ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാവർക്കുമായി അവർക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ, രോഗികളായ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അവർക്കൊരു സൗഖ്യം കർത്താവ് വരുത്തേണ്ടതിന് ഡോക്ടർ ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഓക്കെ. ഫാദർ, വി താങ്ക് യു. വി താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ടൈം. ഈ നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വി താങ്ക് യു ഫാദർ ബിക്കോസ് അങ്ങ് ഏകന അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദി. ഞങ്ങളുടെ കൂടെ എന്നും ആയിരിക്കുന്ന കർത്താവായിരിക്കുന്നതുകൊണ്ട് നന്ദി. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്തവനായിരിക്കാൻ നന്ദി. ഞാൻ എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുമെന്ന് വാഗ്ദത്തം ചെയ്തവനായതുകൊണ്ട് നന്ദി. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയായിരിക്കുന്നെന്ന് വാഗ്ദത്തം ചെയ്തതിനായി നന്ദി. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫാദർ, വി പ്രേ, കർത്താവേ, മനസ്സിൽ ഭാരത്തോടെ ആയിരിക്കുന്ന മക്കളെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫാദർ, വി പ്രേ ദാറ്റ് യു വിൽ ടച്ച് ദ ഹാർട്ട്സ്, ദാറ്റ് യു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ട്സ്. ഇത് കാണുന്ന എല്ലാവരുടെ ജീവിതങ്ങളിലും അങ്ങയുടെ ദൈവിക സമാധാനത്തിൽ നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയിൽ നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ അറിയുവാൻ അവർക്ക് ഹൃദയങ്ങളെ തുറക്കണം, അവർക്ക് കൃപയെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ചെയ്യുന്നതിനായി നന്ദി. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഡോക്ടർ ബോബി മോസസുമായിട്ടുള്ള ഈ ഒരു സംഭാഷണം ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വിശ്വസിക്കുന്ന ക്രിസ്തു താങ്കളോട് പറഞ്ഞതുപോലെ പ്രത്യാശ കൈവിടരുത്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അവനെ വിളിച്ചപേക്ഷിക്കുക. ആത്മാവിൽ രക്ഷയും ശരീരത്തിൽ സൗഖ്യവും ജീവിതത്തിൽ സമാധാനവും ഒക്കെ തരുവാൻ അവൻ മതിയായവനാണ്. അടുത്ത പ്രോഗ്രാമിലൂടെ മറ്റൊരു പ്രഗത്ഭനായ ഡോക്ടറുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെയും ദൈവം നിങ്ങളെ തൻ്റെ ചിറകടിയിൽ മറച്ച് നിങ്ങളെ ആരോഗ്യത്തോടും ആശ്വാസത്തോടും അനുഗ്രഹിക്കപ്പെടുന്ന നിലയിലും കാക്കുമാറാകട്ടെ.